പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം മുതൽ താഴോട്ട് പ്രകാരം പറയുന്നു. യേശു ഫിലിപ്പിൻ്റെ കൈസരിയുടെ ദേശത്തെത്തിയ ശേഷം തൻ്റെ ശിഷ്യരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യെരമ്യാവ് പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറയുന്നു എന്ന് അവർ പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനങ്ങൾക്കായിട്ട് കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. ദിവസങ്ങളും മാസങ്ങളും മണിക്കൂറുകളും സെക്കൻഡുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എളുപ്പം തീർന്നു പോകുന്നു. ഈ വർഷം എല്ലാ വർഷങ്ങളും മുമ്പോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. നമ്മളും പ്രായമായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരു കാര്യം മാത്രം നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്, കർത്താവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുന്നു. അതുമാത്രമല്ല, നമുക്ക് യൂട്യൂബിലാണെങ്കിലും പലയിടങ്ങളിലാണെങ്കിലും നമുക്ക് എല്ലാ ദിവസവും നമുക്ക് പുതിയ പുതിയ വചനങ്ങൾ നമുക്ക് കിട്ടുന്ന അനേകരുടെ കയ്യിൽ നിന്ന് വചനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പല ദിവസങ്ങളിൽ അത് വിട്ടുപോകുന്നുണ്ട്. നമുക്ക് സമയമില്ല, വചനം കേൾക്കാനുള്ള സമയമില്ല. എങ്കിലും വചനം കേൾക്കാനായിട്ട് സമയമുണ്ടാക്കി നമ്മൾ കേട്ട വചനങ്ങളൊക്കെ തന്നെയായിരിക്കാം, എന്നാൽ ആ ദിവസം നമ്മൾ കേൾക്കുന്നുണ്ട് ഈ വചനം നമ്മളെ ഒന്നുകൂടെ പുതുക്കി പണിയുന്നു, നമ്മളിലൊരു വ്യത്യാസം വരുത്തുന്ന. അതുകൊണ്ട് നമുക്ക് എത്രയും കൂടുതൽ വചനം നമ്മളെ കൊണ്ട് കേൾക്കുവാനായിട്ട് സാധിക്കുന്നു, അത് നമ്മൾ ഒരു ദിവസം പോലും മിസ് ചെയ്യാതെ കേൾക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യേശു ഫിലിപ്പിയുടെ കൈസരുടെ പ്രദേശത്തെത്തിയ ശേഷം യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, എന്നെക്കുറിച്ച് ജനങ്ങൾ മനുഷ്യപുത്രൻ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ചിലർ യോഹന്നാൻ സ്നാപകനെന്നും ചിലർ പ്രവാചകനെന്നും ഏലിയ പ്രവാചകനെന്നും യെരമ്യാ പ്രവാചകനെന്നും പലരും പല രീതിയിൽ പറയുന്നെന്ന് യേശുവിനോട് പറഞ്ഞു. എന്നാൽ യേശു അവരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ച്, നിങ്ങൾ എന്നെ, ആമീൻ ഹല്ലേലൂയ, എന്നാൽ നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന്, ആമീൻ ഹല്ലേലൂയ. ഇന്ന് നമ്മളോട് കർത്താവ്, നമ്മൾ പല പ്രാവശ്യം കേട്ടതാകുന്നു, വായിച്ചതാകുന്നു, നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യനാകുന്നു. എന്നാൽ ഇന്ന് കർത്താവ് നമ്മോട് ഈ വചനത്തിൽ കൂടി വീണ്ടും ചോദിക്കാവുന്നു, നിങ്ങൾ എന്നെ ആരാകുന്നു എന്ന് പറയുന്നു. ആമീൻ. അതാകുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ മറ്റുള്ളവരൊക്കെ പറയുന്നത് കേട്ട് പറയുവാനോ ലിസൺ ചെയ്യുവാനോ അല്ല. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആരാകുന്നുവെന്ന്, എൻ്റെ ജീവിതത്തിൽ കർത്താവ് ആരാകുന്നുവെന്ന് നമുക്ക് പറയുവാനായിട്ട് നമ്മൾ എന്ത് പറയും? കർത്താവ് നമ്മളോടും ചോദിക്കുന്നു, നമ്മളതിന് ഉത്തരം എന്ത് പറയും? നേരെ കൂടെ നടന്ന ശിഷ്യന്മാർ പറഞ്ഞതുപോലെ പ്രവാചകന്മാരോ ഏലിയാവോ അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകനോ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളും അങ്ങനെ പറയുമോ? അതോ നമ്മൾ പത്രോസ് പറഞ്ഞ പോലെ നമുക്ക് പറയുവാൻ സാധിക്കുന്നുണ്ടോ? ഇത് കേട്ടിട്ട് ശിമോൻ പത്രോസ് അവനോട് പറഞ്ഞത് 16-ാമത്തെ വാക്യം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ആമീൻ ഹല്ലേലൂയ. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്നുവെന്ന് പത്രോസ് അപ്പോസ്തലൻ യേശുവിനോട് പറഞ്ഞു. അപ്പോൾ യേശു ഉത്തരമായിട്ട് പറഞ്ഞത്, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്നായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. ആമീൻ ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പിതാവായ ദൈവം വെളിപ്പെടുത്തി തരുന്നവർക്ക് തീർച്ചയായിട്ടും നമുക്ക് പറയുവാനൊക്കും, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്നു. യേശുവിനെക്കുറിച്ച് യേശു കർത്താവ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്നു എന്ന് പിതാവായ ദൈവം വെളിപ്പെടുത്തി തരുന്ന നമുക്ക് ഓരോരുത്തർക്കും പറയുവാനായിട്ട്, ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ പറയുവാനായിട്ട് നമുക്കും സാധിക്കും. ആമീൻ ഹല്ലേലൂയ. അന്നേരം ഉടനെ യേശു പിന്നെയും പറഞ്ഞത്, നീ പത്രോസാകുന്നു. ആമീൻ, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ചെയ്യിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അപ്പോൾ നീ പത്രോസാകുന്നു. ഹല്ലേലൂയ. പത്രോസിൻ്റെ അർത്ഥം റോക്ക് എന്നാകുന്നു. അപ്പോൾ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ ഇവിടെ ശരിക്കും പത്രോസിൻ്റെ അർത്ഥം റോക്കായിരുന്നു. അപ്പം അത്ര വെളിപ്പാട്, കറക്റ്റായിട്ടുള്ള വെളിപ്പാട് പത്രോസിൽ കൂടെ നമുക്ക് കിട്ടി. ഈ വെളിപ്പാട് കിട്ടിയ മനുഷ്യരാകുന്നു ദൈവത്തിൻ്റെ മക്കൾ. ആമീൻ ഹല്ലേലൂയ. യേശു കർത്താവ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്നു എന്ന് ആമീൻ അന്ന് പറയുവാൻ സാധിച്ച പത്രോസിൻ്റെ കൂട്ട് നമുക്കും ഇന്ന് ജീവിക്കുന്ന ദൈവമാകുന്നു, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്നു. ആമീൻ ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് ഓരോരുത്തരും നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം. അപ്പോൾ കർത്താവ് പറഞ്ഞത്, നീ പത്രോസാകുന്നു.
ഈ പാറമേൽ എൻ്റെ സഭയെ പണിയും. പത്രോസ് എന്ന് പറഞ്ഞാൽ പാറ. ഈ പാറമേൽ എൻ്റെ സഭയെ പണിയും. ഈ അടിസ്ഥാനമുള്ളവരുടെ മേലെ, ഈ അടിസ്ഥാനമുള്ളവരെ കൊണ്ട് അമീൻ എൻ്റെ സഭയെ ഞാൻ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. അമീൻ. ഹല്ലേലൂയ. പത്രോസിനോട് പറഞ്ഞ വാക്കുകളാകുന്നത്. അതുകൊണ്ട് നമ്മളോട് ഓരോരുത്തരോടും ഇന്ന് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, നമ്മൾ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ആരാകുന്നു എന്നാകുന്നു ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. ദൈവമാകുന്നുവെന്ന് നമ്മൾ കാഷ്വലായിട്ട് അങ്ങ് പറഞ്ഞു പോകുന്നതല്ല. ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്നു. ആ പുത്രൻ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ജീവിക്കുന്ന ദൈവമാകുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ ജീവൻ എൻ്റെ ഉള്ളിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടാകുന്നു ഞാൻ ദൈവമകളായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത്. അമേൻ. ഹല്ലേലൂയ. ഈ വെളിപ്പാട് പിതാവായ ദൈവം കൊടുത്തതാകുന്നു എന്ന് പത്രോസിനോട് പറഞ്ഞപ്പോൾ, പത്രോസേ നീ പാറയാകുന്നു. അപ്പോൾ ഈ അടിസ്ഥാനമുള്ളവരിൽ കൂടെ മാത്രമേ കർത്താവിന് സഭ പണിയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ വിശ്വാസം, ഈ ഉറപ്പ്, ഈ ധൈര്യം, അമീൻ. ഹല്ലേലൂയ. വേവറിങ് ഫെയ്ത്ത്, അങ്ങനെയുള്ളവരെ കൊണ്ട് ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് ഇതിനെല്ലാം വിശ്വാസത്തിന് നല്ലൊരു അടിസ്ഥാനം വേണം. വി ഷുഡ് നോ വാട്ട് വി ആർ ബിലീവിങ്, ഹൂം വി ആർ ബിലീവിങ്, ഹൂസ് ചിൽഡ്രൻ വി ആർ. നമ്മൾ പക്കായിട്ട് നന്നായിട്ട് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ഇന്ന് നമ്മളോടും നമ്മളെ നോക്കുന്നവരും പലരും ചോദിക്കും, അമീൻ. ഹല്ലേലൂയ. പലരും നമ്മളോട് ചോദിക്കും, അല്ലെ നമ്മളും പലരോടും ചോദിക്കും, എന്നെക്കുറിച്ച് യേശു പറഞ്ഞതുപോലെ എന്നെക്കുറിച്ച് ആരെന്ന് ജനങ്ങൾ പറയുന്നു. അമീൻ. ഹല്ലേലൂയ. ഇന്ന് യേശുവിനെക്കുറിച്ച് ആരാകുന്നു എന്ന് നമ്മൾ മറ്റുള്ളവരോട് പറയുന്നേ. അമീൻ. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്നു. ഈ യേശുവിനാൽ കഴിയാത്തതായിട്ടുള്ളതൊന്നുമില്ല. ഈ യേശു നമുക്ക് വേണ്ടി, ഓരോരുത്തർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. ഈ യേശു ജീവിക്കുന്ന ദൈവമാകുന്നു. ഈ യേശു എൻ്റെ രക്ഷകനാകുന്നു, എൻ്റെ സങ്കേതവും ബലവും കോട്ടയുമാകുന്നു. അവനാൽ എൻ്റെ ദൈവത്താൽ കഴിയാത്തതായിട്ടുള്ളതൊന്നുമില്ല. അവൻ നമ്മെ കൊണ്ട് നടക്കും. ആമേൻ. നമ്മോട് കൂടെയിരിക്കും, നമ്മളെ തനിയെ വിടത്തില്ല ഒരിക്കലും. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്നു നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വിളിച്ചു പറയത്തക്ക രീതിയിൽ നമുക്ക് ഈ വചനം നമുക്ക് ഏറ്റെടുക്കാം. നമുക്ക് ഒരു പ്രയാസമില്ലാതെ, ആരുടെയും മുമ്പിൽ നാണിക്കാതെ, അല്ലെങ്കിൽ സുവിശേഷം പറഞ്ഞുകൊണ്ട്, യേശുവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പോട്ട് ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.